ലോക ഭൂപടത്തിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളെന്ന് ചരിത്രത്തിന്റെ ഒരേ പേജിൽ ഒപ്പുവെക്കുകയാണ്. ഒന്ന്, പാശ്ചാത്യ ഉപരോധങ്ങളെ വെല്ലുവിളിച്ച് യൂറോപ്പിന്റെ യുദ്ധഭൂമിയിൽ വീണ്ടും ശക്തിപ്രകടനം നടത്തുന്ന റഷ്യ. മറ്റൊന്ന്, ഒറ്റപ്പെടലിന്റെയും രഹസ്യഭരണത്തിന്റെയും ഇരുമ്പ് മതിലുകൾക്കുള്ളിൽ നിന്നും ലോകരാഷ്ട്രത്തെ കുലുക്കാൻ ശ്രമിക്കുന്ന ഉത്തര കൊറിയ. ഉത്തര കൊറിയയുടെ ആഘോഷവേദികളിൽ ഉയർന്ന വെളുത്ത ബലൂണുകളും സൈനിക പരേഡുകളുടെ മുഴക്കവും വെറുമൊരു ഔപചാരിക സ്വീകരണമല്ലായിരുന്നു. അത് പുതിയൊരു ശക്തി സമവാക്യത്തിന്റെ ജനനഘോഷമായിരുന്നു. യുക്രൈൻ യുദ്ധത്തിന്റെ തീപ്പൊരികളിൽ കത്തിയൊരുങ്ങിയ ഈ ബന്ധം ഇനി താൽക്കാലിക സൗഹൃദത്തിന്റെ പരിധി കടന്നിരിക്കുകയാണ്. കുർസിക്കിലെ മഞ്ഞുമണ്ണിൽ വീണ ഉത്തര കൊറിയൻ സൈനികരുടെ രക്തസാക്ഷിത്വത്തെ ദേശീയ മഹത്വമായി ഉയർത്തിക്കാട്ടുന്ന കിം ജോങ് ഉന്നും ആ ത്യാഗത്തെ തന്ത്രപ്രധാന നിക്ഷേപമായി കാണുന്ന വ്ളാഡിമിർ പുടിനും ചേർന്ന് പണിയുന്നത് ഭാവിയിലെ ഒരു പുതിയ അച്ചുതണ്ടാണ്. സാമ്പത്തിക സഹായവും ആയുധ സാങ്കേതിക വിദ്യയും ഇന്റലിജൻസ് കൈമാറ്റവും സംയുക്ത സൈനിക അഭ്യാസങ്ങളും ചേർന്ന് ഈ ബന്ധം ഒരു സാധാരണ കരാറിൽ നിന്ന് ദീർഘകാല സൈനിക സഖ്യമായി മാറുമ്പോൾ അതിന്റെ പ്രതിഫലനം കിഴക്കൻ യൂറോപ്പിൽ മാത്രം ഒതുങ്ങില്ല. ദക്ഷിണ കൊറിയ, ജപ്പാൻ, അമേരിക്ക, ചൈന എന്നിവിടങ്ങളിലേക്കും അതിന്റെ നിഴലുകൾ വീഴും. രണ്ടാം ശീതയുദ്ധത്തിലെ പുതിയ അധ്യായം തുറക്കപ്പെടുകയാണോ, അതോ ലോകക്രമത്തെ പുനർനിർവചിക്കുന്ന പുതിയ അധികാര കേന്ദ്രത്തിന്റെ ഉദയമാണോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. പാശ്ചാത്യ ശക്തികളുടെ ഉപരോധങ്ങളെയും ഭീഷണികളെയും ഒരേപോലെ പുച്ഛിച്ചു തള്ളിക്കൊണ്ട് യുദ്ധവിമാനങ്ങളുടെ ഇരമ്പലിനും സ്മാരക ഗീതങ്ങൾക്കും നടുവിൽ കിം ജോങ് ഉന്നും റഷ്യൻ പ്രതിരോധ നേതൃത്വവും ചേർന്ന് പ്രഖ്യാപിച്ചത് 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തമായ ഒരു സൈനിക അച്ചുതണ്ടിന്റെ രൂപീകരണമാണ്. ഉത്തര കൊറിയയുടെ ആകാശം വെളുത്ത ബലൂണുകളും യുദ്ധവിമാനങ്ങളുടെ ഇരമ്പലുകളാലും നിറഞ്ഞപ്പോൾ അവിടെ കുറിക്കപ്പെട്ടത് വെറും ഒരു സൈനിക കരാറല്ല, മറിച്ച് തലമുറകളോളം നീണ്ടു നിൽക്കാൻ പോകുന്ന ഒരു പവിത്ര സഖ്യത്തിന്റെ തുടക്കമാണ്. യുക്രൈൻ യുദ്ധഭൂമിയിൽ റഷ്യയ്ക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഉത്തര കൊറിയൻ സൈനികർക്കായി കിം ജോങ് ഉൻ ഉയർത്തിയ സ്മാരകം വരാനിരിക്കുന്ന വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന്റെ പ്രതീകമാണ്. 2024 ഓഗസ്റ്റിൽ യുക്രൈൻ നടത്തിയ അപ്രതീക്ഷിത മുന്നേറ്റമായിരുന്നു കുർസ്ക് മേഖലയിലെ അധിനിവേശം. ഇതിനെ പ്രതിരോധിക്കാൻ റഷ്യയെ സഹായിക്കാൻ കിം ജോങ് ഉൻ അയച്ചത് ഏകദേശം 14,000-ഓളം വരുന്ന തന്റെ ഏറ്റവും മികച്ച സൈനികരെയാണ്. റഷ്യൻ മണ്ണിൽ അധിനിവേശം നടത്തിയ യുക്രൈൻ സേനയെ തുരത്തുന്നതിൽ ഈ സൈനികർ നിർണായക പങ്കുവഹിച്ചു. എന്നാൽ ഈ വിജയം വലിയൊരു വില നൽകിയാണ് ഉത്തര കൊറിയ നേടിയത്. ദക്ഷിണ കൊറിയൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം 6,000-ലധികം സൈനികരാണ് കുർസിക്കിലെ മഞ്ഞു വീണ മണ്ണിൽ വീരമൃത്യു വരിച്ചത്. ഈ സൈനികരെ വെറും കൂലിപ്പടയാളികളായല്ല, മറിച്ച് മാതൃഭൂമിയുടെ നക്ഷത്രങ്ങളായാണ് കിം ജോങ് ഉൻ വാഴ്ത്തുന്നത്. റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രി ബെലോസോവിനൊപ്പം ഉത്തര കൊറിയയിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത സ്മാരകം ഈ സൈനികരുടെ ത്യാഗത്തെ ഭരണകൂടം എത്രത്തോളം ഗൗരവമായി കാണുന്നു എന്നതിന്റെ തെളിവാണ്. ഈ സഖ്യം വെറുമൊരു യുക്രൈൻ യുദ്ധകാലത്തെ താൽക്കാലിക ക്രമീകരണം മാത്രമല്ലെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രി ബെലോസോവിന്റെ ഉത്തര കൊറിയൻ സന്ദർശനം. ഇതിലൂടെ വ്യക്തമാകുന്നത് വരാനിരിക്കുന്ന പതിറ്റാണ്ടുകളിൽ ആഗോള രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ദീർഘകാല തന്ത്രപ്രധാന കൂട്ടുകെട്ടിനാണ് ഇവിടെ അടിവരയിടുന്നത് എന്നതാണ്. 2027 മുതൽ 2031 വരെയുള്ള കാലയളവിലേക്ക് നീളുന്ന പുതിയ 5 വർഷത്തെ സൈനിക സഹകരണ കരാർ കേവലം യുദ്ധസാമഗ്രികളുടെ കൈമാറ്റമല്ല, മറിച്ച് ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ സംവിധാനങ്ങളെ പരസ്പരം കോർത്തിണക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അലയൻസ് അഥവാ വ്യവസ്ഥാപിത സൈനിക സഖ്യമാണ് ലക്ഷ്യമിടുന്നത്. ഈ കാലയളവിനുള്ളിൽ സംയുക്ത സൈനിക അഭ്യാസങ്ങൾ, അത്യാധുനിക ആയുധ നിർമ്മാണ മേഖലയിലെ ഗവേഷണങ്ങൾ, ഇന്റലിജൻസ് വിവരങ്ങളുടെ കൈമാറ്റം എന്നിവ കൂടുതൽ ശക്തമാകും. ഇത് അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുന്ന ഉപരോധങ്ങളെയും നയതന്ത്ര സമ്മർദ്ദങ്ങളെയും തൃണവൽക്കരിച്ചുകൊണ്ട് ലോകക്രമത്തിൽ പുതിയൊരു അധികാര കേന്ദ്രം രൂപപ്പെടുന്നു എന്നതിന്റെ വ്യക്തമായ അടയാളമാണ്. അമേരിക്കയുടെയും പടിഞ്ഞാറൻ സഖ്യകക്ഷികളുടെയും ആധിപത്യ മോഹങ്ങളെ തകർക്കാൻ റഷ്യയ്ക്കൊപ്പം അചഞ്ചലമായി നിലകൊള്ളുമെന്ന കിം ജോങ് ഉന്നിന്റെ പ്രഖ്യാപനം രണ്ടാം ശീതയുദ്ധത്തിന്റെ കാഹളമായാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. കിഴക്കൻ യൂറോപ്പിലെ യുക്രൈൻ പ്രതിസന്ധിയും കൊറിയൻ പെനിൻസുലയിലെ സംഘർഷങ്ങളും തമ്മിൽ ഇനി വേർതിരിക്കാനാവാത്ത വിധം കൂടിച്ചേർന്നിരിക്കുന്നു. ഉത്തര കൊറിയയുടെ ലക്ഷക്കണക്കിന് വരുന്ന കാലാൾപ്പടയും റഷ്യയുടെ പക്കലുള്ള അത്യാധുനികമായ ന്യൂക്ലിയർ മിസൈൽ സാങ്കേതിക വിദ്യകളും തമ്മിലുള്ള ലയനം ഏഷ്യ പസഫിക് മേഖലയുടെ സുരക്ഷാ ഭൂപടത്തെ അടിമുടി മാറ്റുകയാണ്. പകരമായി റഷ്യയിൽ നിന്ന് ലഭിക്കുന്ന വൻതോതിലുള്ള സാമ്പത്തിക സഹായവും ഇന്ധനവും ഭക്ഷണവും ഉത്തര കൊറിയൻ ഭരണകൂടത്തിന് ആഗോള ഉപരോധങ്ങളെ അതിജീവിച്ച് നിലനിൽക്കാൻ വലിയ കരുത്ത് നൽകുന്നു. ഇതിലെല്ലാം ഉപരിയായി ചാര ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുന്നതിനും അന്തർവാഹിനികളിൽ നിന്ന് തൊടുത്തുവിടാനാവുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിക്കുന്നതിനും ആവശ്യമായ സാങ്കേതിക വിദ്യകൾ റഷ്യ ഉത്തര കൊറിയയ്ക്ക് കൈമാറുന്നത് ദക്ഷിണ കൊറിയയും ജപ്പാനെയും കടുത്ത ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ഈ പുതിയ അച്ചുതണ്ട് ലോകത്ത് പണ്ട് നിലനിന്നിരുന്ന ചേരിതിരിഞ്ഞ രാഷ്ട്രീയത്തിലേക്കാണ് നയിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഭ്രഷ്ട് മറികടക്കാൻ റഷ്യയ്ക്കൊരു ഉറ്റ സൈനിക പങ്കാളിയെ ലഭിക്കുമ്പോൾ മറുവശത്ത് ലോകത്തിലെ ഏറ്റവും വലിയ അണുശക്തി രാജ്യങ്ങളിലൊന്നിന്റെ സംരക്ഷണം ഉത്തര കൊറിയ ഉറപ്പാക്കുകയാണ്. ഇത് അമേരിക്ക ഉപരോധ തന്ത്രങ്ങൾ പരാജയപ്പെട്ടു എന്നതിന്റെ തെളിവ് കൂടിയാണ്. ദക്ഷിണ കൊറിയൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം കുർസിക്കിൽ വീരമൃത്യു വരിച്ച ഉത്തര കൊറിയൻ സൈനികരെ രാജ്യത്തിന്റെ രക്തസാക്ഷികളായി കിം ഉയർത്തിക്കാട്ടുന്നത്
ജനങ്ങൾക്കിടയിൽ റഷ്യയോടുള്ള വൈകാരികമായ ഐക്യം വർദ്ധിപ്പിക്കാനാണ്. അതുകൊണ്ട് തന്നെ യുക്രൈൻ യുദ്ധം നാളെ അവസാനിച്ചാലും ഈ സൈനിക സഖ്യം അവസാനിക്കില്ല എന്ന് മാത്രമല്ല, ലോകം ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ഒരു ഏഷ്യ യൂറോപ്യൻ സൈനിക ബ്ലോക്കായി ഇത് വളരാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു കഴിഞ്ഞു. സ്റ്റാർ ഓഫ് ദി മദർലാൻഡ് എന്ന പേരിൽ നടന്ന സ്മാരക സംഗീത നിശ കേവലം ഒരു പരിപാടിയായിരുന്നില്ല. മരിച്ചുവീണ സൈനികരെ ദേശീയ നായകന്മാരായി ഉയർത്തിക്കാട്ടുന്നതിലൂടെ ഉത്തര കൊറിയൻ ജനതയുടെ ഉള്ളിൽ റഷ്യയോടുള്ള ആഭിമുഖ്യം വർദ്ധിപ്പിക്കാനാണ് കിം ശ്രമിക്കുന്നത്. കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾ അവർ സംരക്ഷിച്ച മഹത്തായ ബഹുമതിയോടെ എന്നും ജീവിക്കുമെന്ന് കിം സ്വന്തം കൈപ്പിടിയിൽ സ്മാരകത്തിൽ കുറിച്ചത് ഈ വൈകാരിക ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. റഷ്യൻ പാർലമെന്റ് സ്പീക്കർ വ്യാസെസ്ലാവ് വോളോഡിന്റെ സാന്നിധ്യവും വ്ളാഡിമിർ പുടിൻ അയച്ച പ്രത്യേക കത്തും സൂചിപ്പിക്കുന്നത് റഷ്യ ഈ ബന്ധത്തിന് നൽകുന്ന വലിയ പ്രാധാന്യമാണ്. തന്റെ സൈനികർ ധീരമായും വീരോചിതമായും പോരാടിയെന്ന് പുടിൻ പ്രശംസിക്കുമ്പോൾ അത് കിം ജോങ് ഉന്നിന് ലഭിക്കുന്ന ആഗോള അംഗീകാരമായി മാറുന്നു. റഷ്യ ഉത്തര കൊറിയ ബന്ധം ശക്തിപ്പെടുന്നത് ഏഷ്യ പസഫിക് മേഖലയിലെ സുരക്ഷാ സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിക്കും. സൈനികരെ കൂടാതെ കുർസ് മേഖലയുടെ പുനർനിർമ്മാണത്തിനായി ആയിരക്കണക്കിന് തൊഴിലാളികളെ അയക്കാൻ ഉത്തര കൊറിയ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കും തൊഴിൽ വിപണിക്കും വലിയ ആശ്വാസമാകും. മറുവശത്ത് റഷ്യയിൽ നിന്നുള്ള ഭക്ഷ്യസഹായവും ഇന്ധനവും ഉത്തര കൊറിയയിലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരവുമാകും. ഉത്തര കൊറിയയും റഷ്യയും തമ്മിലുള്ള ബന്ധം സൈനിക സഹായത്തിൽ നിന്ന് മാറി ഒരു രാഷ്ട്രീയ സാമ്പത്തിക അച്ചുതണ്ടായി പരിണമിച്ചിരിക്കുന്നു. യുക്രൈൻ യുദ്ധം അവസാനിച്ചാലും ഈ സഖ്യം തുടരുമെന്ന പ്രഖ്യാപനം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. കിം ജോങ് ഉന്നിനെ സംബന്ധിച്ചിടത്തോളം ഇത് തന്റെ രാജ്യത്തെ ഒറ്റപ്പെടലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള വഴിയാണ്. പുടിനെ സംബന്ധിച്ചിടത്തോളം ഇത് വിശ്വസ്തനായ പങ്കാളിയെ ലഭിക്കാനുള്ള ഒരു മാർഗവും.